അപ്പോഴേ നല്ല തിക്കായിട്ടുള്ളൊരു മാംഗോ ഷേക്ക് ഉണ്ടാക്കിയാലോ? നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണോ? മാംഗോ സീസണൊക്കെ തീരാറായി. പെട്ടെന്നുള്ള മാംഗോ ഒക്കെ ഒപ്പിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഇതൊക്കെ തയ്യാറാക്കിക്കോട്ടോ. ഇത് ഇച്ചിരി പാടാണോയെന്ന് വെച്ചാൽ പാടൊന്നുമില്ല, പക്ഷേ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാനിവിടെ നമ്മുടെ ബംഗനപ്പള്ളി മാങ്ങയാട്ടോ എടുത്തേക്കുന്നത്. നല്ല ടേസ്റ്റാണേ, നല്ല ഫ്ലഷൊക്കെ ഉള്ള മാങ്ങയാട്ടോ. എൻ്റെ ഫേവറേറ്റ് മാങ്ങ ഇതാണ്. നിങ്ങളുടെ ഫേവറേറ്റ് മാങ്ങ ഏതാണെന്ന് കമൻറ്റിലൊന്ന് പറയണേ. അപ്പോൾ നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? ഇതിന് നമുക്ക് അത്യാവശ്യം ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ട്. നിങ്ങൾ ഈ ഇൻഗ്രീഡിയൻസ് ഒന്ന് നോട്ട് ചെയ്തിട്ട് ഉണ്ടാക്കിയാൽ മതിയാവേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഈ മാങ്ങയ്ക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ ഒരു 3 ഗ്ലാസ് ഷേക്കിന് 2 മാങ്ങയാട്ടോ എടുത്തേക്കുന്നത്. 2 മാങ്ങ എടുത്തിട്ട് തന്നെ എനിക്ക് വെള്ളമൊന്നും ചേർക്കേണ്ടി വരുന്നില്ല, നല്ല പാലാട്ടോ ഞാൻ ചേർത്തിട്ടുള്ളത്. അപ്പം നമുക്ക് ഈ മാങ്ങയൊക്കെ അരിഞ്ഞത് നമ്മുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. നല്ല പേസ്റ്റായിട്ട് നമുക്ക് എടുക്കണം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് പാലൊഴിച്ച് കൊടുക്കാം. ഞാൻ ഇവിടെ നോർമൽ പാലല്ല, ഞാൻ ഇവിടെ അമൂലിൻ്റെ ടോണ്ട് മിൽക്കാട്ടോ ഉപയോഗിക്കുന്നത്. ഡയറ്റിൻ്റെ ആവശ്യത്തിനായിട്ട് ഇത് മേടിച്ചത് ഇരിപ്പുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ ഇതെടുത്തത്. അപ്പോൾ നമുക്കിപ്പോൾ 3 ഗ്ലാസ് ഷേക്കിന് വേണ്ടി ഞാൻ ആ ഒരു ജാറിൻ്റെ ഒരു 3/4 പാലെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ചധികം ഐസ് ക്യൂബ് വേണം കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ മാങ്ങ ഫ്രോസൺ ചെയ്തൊക്കെ എടുക്കാം, പക്ഷെ ഞാൻ ഇവിടെ അങ്ങനെയൊന്നും എടുക്കുന്നില്ല. എനിക്ക് ഐസ് ക്യൂബ് ഇടുന്ന കേട്ടോ ഇഷ്ടം. അപ്പോൾ ഞാൻ എന്തേ നോക്കിക്കേ, കുറച്ചധികം ഐസ് ക്യൂബ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാങ്ങ ഷേക്ക് അടിക്കുമ്പോൾ നല്ലൊരു തിക്നെസ് കിട്ടുമേ. അപ്പോൾ അതാണ് ഈ ഐസ് ക്യൂബ് ഇടുന്നതിൻ്റെ ഒരു രഹസ്യം എന്ന് വെച്ചാൽ. അപ്പോൾ നമുക്ക് ഈ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആയി. ഇനി നമുക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ചിലരൊക്കെ ഷുഗർ ചേർക്കാറുണ്ട്, പക്ഷേ ബംഗനപ്പള്ളി മാങ്ങ അറിയുന്നവർക്കറിയാം ഇത് നല്ല മധുരമാണ്. പക്ഷേ ഞാൻ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ കണ്ടാൽ മനസ്സിലാകും, ഒരൊറ്റ സ്പൂണേ ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ. ഇനി ഞാൻ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് നിങ്ങളെ പരിചയപ്പെടുത്തട്ടെ. അതെ, ഫ്രഷ് ക്രീം. അമൂലിൻ്റെ തന്നെ നല്ല ഫ്രഷ് ക്രീമാണ് കേട്ടോ. ഇത് ഓപ്ഷണലാണ്. നിങ്ങൾക്കിതിന് പകരം ഒന്നും ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഫ്രഷ് ക്രീം വേണമെന്ന് അത്ര നിർബന്ധമൊന്നുമില്ല. ഇത് ഇത്രയും കൊണ്ട് നല്ല ബ്ലെൻഡ് ചെയ്ത് നോക്കിയാൽ ആ ഒരു ടെക്സ്ചർ തന്നെ നോക്കിയാൽ നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് പോർ ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഗാർണിഷിന് വേണ്ടിയിട്ട് എൻ്റെ വീട്ടിൽ നമ്മുടെ കോൺ ഐസ്ക്രീം കുറച്ചുണ്ടായിരുന്നു. ഞാൻ അതിൽ നിന്ന് കുറച്ച് ഐസ്ക്രീം ഇങ്ങനെ എടുത്തു. 2 ഗ്ലാസ്സിൽ 3 ഗ്ലാസ് ഉണ്ടായിരുന്നു, ഞാൻ ഇപ്പോൾ 2 ഗ്ലാസ്സിൽ ഇത് ഗാർണിഷ് ചെയ്യാനായിട്ട് എടുക്കാം. കണ്ടോ, കോൺ ഐസ്ക്രീം ആട്ടോ. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതായാലും മതിയേ. ഇനി നമുക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് കൂടെ ഇതിൻ്റെ മേളിലേക്ക് വിതറി കൊടുക്കാം. നട്ട്സ് ഏതുണ്ടെങ്കിലും നല്ലതാണ്. ഇഷ്ടംപോലെ നട്ട്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇതിൽ തന്നെ നിങ്ങൾക്ക് നട്ട്സ് വേണമെങ്കിൽ ഇട്ട് മിക്സ് ചെയ്യാം, എല്ലാം ചെയ്യാം. അപ്പോൾ ഇത് നമ്മുടെ ഈസി ആയിട്ടുള്ളൊരു ടേസ്റ്റി മാംഗോ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഈ സീസണിൽ നിങ്ങൾ മാംഗോ ഷേക്ക് അടിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ്? അപ്പോൾ നെക്സ്റ്റ് ഒരു റെസിപ്പി ആയിട്ട് പിന്നെ കാണാം കേട്ടോ. ബൈ.